RSSന്റെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരെയാണ് കബളിപ്പിക്കുന്നതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പ് സഖ്യം മുഖ്യമന്ത്രി ഓർക്കണം. 1980-ലെ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലന്റെ തെരഞ്ഞെടുപ്പ് കൺവീനർ ചെർക്കളം അബ്ദുള്ളയായിരുന്നുവെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഈ പറയുന്ന രണ്ട് നേതാക്കന്മാരോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും 77-ലെ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ KG മാരാർ എന്ന RSS വിസ്താരകന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫുൾ ചാർജ് ആർക്കായിരുന്നു? ആരെയാ അന്ന് പിന്തുണച്ചത്? RSSന്റെ നിരോധനം പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ അതിനനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞവരല്ലേ ഇന്നിപ്പം തൊട്ടുകൂടാ, തീട്ടിക്കൂടാ, കണ്ടുകൂടാ. 80-ലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഒ രാജഗോപാലായിരുന്നു പാർലമെന്റിലേക്കുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു? മുസ്ലിം ലീഗിന്റെ ചെർക്കുള അബ്ദുള്ള. അദ്ദേഹത്തെ പിന്താങ്ങിയതാരാ? UDF. ഇനി ആരെയാണ് നിങ്ങൾ ഈ കബളിപ്പിക്കുന്നത്? 77-ലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ഒപ്പം തന്നെ 80-ലെ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് കൺവീനർ ആരായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. RSS നേതാക്കളുമായുള്ള ADGP MR അജിത്കുമാറിന്റെ കൂടിക്കാഴ്ചയെ PS ശ്രീധരൻപിള്ള അനുകൂലിച്ചു. ബാക്കിയുള്ളിടത്തെല്ലാം അൺടച്ചബിലിറ്റിയേ ഉള്ളൂ, ഇവിടെ കണ്ടുകൂടാ. അതാണ് കുമാരനാശാൻ പറഞ്ഞത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും പാപമുള്ളവർ. ദൃഷ്ടിയിൽപ്പെട്ടാൽ പാപമുള്ളവർ എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ല, കേരളത്തിൽ മാത്രമാണ്. ഇന്ന് വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുകയാണോ? ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ എനിക്കറിയില്ല. തൃശൂരിൽ സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചുവെന്ന് പഠിക്കണമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. സുരേഷ് ഗോപി തൃശൂരിൽ കാണിച്ചത് സാഹസികതയാണ്. ഇങ്ങനെ സാഹസികമായി ആരും രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇതൊക്കെ പഠിക്കണം. ഈ തൃശ്ശൂരില് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പറയുന്നു, നിങ്ങൾ പഠിക്കുക, അതിന് പിന്നിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രതീക്ഷ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. അദ്ദേഹം ആ പ്രതീക്ഷ നിറവേറ്റട്ടെ. കേരളത്തിന് വേണ്ടി, കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടി അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അങ്ങനെയുള്ള ഒരാളിന് അവാർഡ് കൊടുക്കുമ്പോൾ അവാർഡ് തന്നെ മാനിക്കപ്പെടുകയാണ്. അതൊരു മെസ്സേജാണ്.